സാമൂഹിക നീതിയെക്കുറിച്ച് നമ്മുടെ ബാങ്കിംഗ് സംവിധാനം ഏറെ പറയുന്നുണ്ട്. എന്നാൽ പ്രയോഗതലത്തിൽ ഇതിൻ്റെ ഗുണം പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ടോ? വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ബാങ്കുകൾ വളരുകയാണ്. വർഷം തോറും ഇവരുടെ ലാഭവിഹിതം കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു. പല വിഭാഗങ്ങളാണ് ഈ കരുത്തിന് പിന്നിൽ. പ്രവാസികളുടെ നിക്ഷേപവും ഇതിൽ ഗണ്യമായ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ ആ വിഭാഗത്തോട് നീതി ചെയ്യുന്നതിൽ നമ്മുടെ ബാങ്കിംഗ് സംവിധാനം വിജയിക്കുന്നുണ്ടോ? അതേക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. പരദേശത്ത് ചേക്കേറിയ മനുഷ്യരെ കൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചം ലഭിച്ച വിഭാഗമാണ് നമ്മുടെ ബാങ്കുകൾ. ഇടത്തരക്കാരും സാധാരണക്കാരുമായ പ്രവാസികളുടെ നിക്ഷേപം നമ്മുടെ ബാങ്കുകളുടെ വളർച്ചയിൽ നിർണായക ഘടകം തന്നെയാണ്. ഇപ്പോൾ മിക്ക ഗൾഫ് രാജ്യങ്ങളിലും കസ്റ്റമർ കെയർ കേന്ദ്രങ്ങൾ ബാങ്കുകൾക്കുണ്ട്. ബാങ്ക് മേധാവികൾ നിരന്തരം ഗൾഫ് സന്ദർശനം നടത്തി കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നു. പ്രതികൂല സാമ്പത്തിക ഘടകങ്ങൾ കാരണം പോയ വർഷം നാട്ടിലേക്കുള്ള പണമൊഴുക്കിൽ ചെറിയൊരു ശതമാനത്തിന്റെ കുറവ് വന്നതുപോലും ഇവരെ പ്രയാസപ്പെടുത്തുന്നു. ലക്ഷം കോടിയിലേറെയാണ് പ്രവാസി നിക്ഷേപമായി കേരളത്തിലെ വിവിധ ബാങ്കുകളുടെ കയ്യിലുള്ളത്. എന്നാൽ തിരികെ ബാങ്കുകൾ പ്രവാസ ലോകത്തോട് അനുവർത്തിക്കുന്നത് എന്താണ്? സാമൂഹിക പ്രതിബദ്ധത എന്നതൊക്കെ പറയാൻ കൊള്ളാം. നിക്ഷേപത്തിന് 3% പലിശ നൽകുകയും ആ തുക ഇടത്തരക്കാരും സാധാരണക്കാരുമായ മനുഷ്യർക്ക് 15ഉം അതിനു മുകളിലും വരെ ശതമാനത്തിന് വായ്പയായി നൽകുകയും ചെയ്യുന്ന ബാങ്കിംഗ് സംവിധാനത്തിൽ തന്നെയുണ്ട് വ്യക്തമായ ഇരട്ടത്താപ്പും കൃത്യമായ വിവേചനവും. സേവനത്തിന്റെ കാര്യമല്ല പ്രധാനം, അതേക്കുറിച്ചും നിരവധി പരാതികളുണ്ട്. തൽക്കാലം അത് വിടാം. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ പണിപോയി നാടണയുന്ന ഗൾഫുകാരുടെ എണ്ണം വർദ്ധിച്ച കാലമാണിത്. നമുക്കറിയാം, കേരളത്തിലുള്ള പൊതുമേഖലാ ബാങ്കുകളിലേക്ക് എത്തുന്ന ഈ കോടിക്കണക്കിനായ രൂപ മുഴുവൻ പോകുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്കാണ്. എന്തുകൊണ്ടാണ് തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് അവർ പരിചയിച്ച അല്ലെങ്കിൽ അവർ ശീലിച്ച തൊഴിൽ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി അതിനാവശ്യമായ മുതൽ മുടക്കിൻ്റെ ഒരു ഭാഗങ്ങൾ പോലും നൽകാൻ നമ്മുടെ ബാങ്കുകൾ തയ്യാറാകുന്നില്ല എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രായോഗിക നടപടി ഇല്ലെങ്കിൽ തന്നെയും രാഷ്ട്രീയ നേതൃത്വം യാഥാർത്ഥ്യം തിരിച്ചറിയുകയെങ്കിലും വേണം. ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഇത് പ്രയോറിറ്റി ലെൻഡിങ്ങിൽ അത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഉണ്ട് ഇന്ത്യയിൽ നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കും മറ്റും കൊടുക്കുന്ന പ്രയോറിറ്റി ലെൻഡിങ് വിഭാഗത്തിൽപ്പെടുത്തണം. പക്ഷേ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ബാങ്കുകൾക്ക് സ്വമേധയോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ചും ഫൈനാൻസ് മിനിസ്ട്രിയുടെ സപ്പോർട്ടോടുകൂടി ബാങ്കിങ് മേഖലകൾക്ക് ഉള്ളതായ ഡയറക്റ്റീവ്സ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകാതെ RBIയിൽ നിന്നും ഉണ്ടാകാതെ ഇത് ചെയ്യുന്നതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് സന്ദർശന വേളയിൽ ഊന്നൽ നൽകിയതും അതിനായിരുന്നു. പണി നഷ്ടപ്പെട്ടവന് ശമ്പളം ഉൾപ്പെടെ കരുതൽ നൽകേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ടെന്ന് പറയാനെങ്കിലും രാഷ്ട്രീയ നേതൃത്വം തയ്യാറായി. എന്നാൽ എന്താണ് നമ്മുടെ ബാങ്കുകൾ ഗൾഫ് പുനരധിവാസ പദ്ധതികളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? ഇതേക്കുറിച്ച ചോദ്യത്തിന് അങ്ങനെയൊന്നും ഇല്ലെന്ന മട്ടിലുള്ള മറുപടിയായിരുന്നു പ്രധാന ബാങ്ക് മേധാവി നൽകിയത്. In terms of assistance when they have lost the job and coming in, we can only assist from a point of view of helping them save better. The economic opportunity of getting a job in the home country has to be more a government support. SBT മാനേജർക്ക് പറയാനുള്ളത് തങ്ങൾ ആവിഷ്കരിച്ച പ്രവാസി അനുകൂല നടപടികളെക്കുറിച്ചാണ്. സംരംഭത്തിന്റെ വയബിലിറ്റി അനുസരിച്ച് ബാങ്കുകൾ സഹായിക്കാൻ തയ്യാറാണ്. കാരണം നമ്മളുടെ SME പോർട്ട്ഫോളിയോ വളരുക എന്നുള്ളത് നമുക്കും നിർബന്ധമായിട്ടൊരു കാര്യമാണ്. UDF സർക്കാർ പ്രഖ്യാപിച്ച പ്രവാസി പുനരധിവാസ പദ്ധതിക്ക് തുരങ്കം വെച്ചതുപോലും നമ്മുടെ ചില പ്രധാന ബാങ്കുകളായിരുന്നു എന്ന കാര്യം മറക്കരുത്. ഇക്കാര്യം പരസ്യമായി തുറന്നടിക്കാൻ മുൻമന്ത്രി KC ജോസഫ് മറന്നില്ല. താരതമ്യേന 2 ചെറിയ ബാങ്കുകൾ ഒഴികെ ആരും തന്നെ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറായില്ല. 20 ലക്ഷം രൂപ വരെയുള്ള ചെറുകിട വ്യവസായ സംരംഭകർക്ക് 15% മൂലധന സബ്സിഡിയും 3% പലിശയിളവും എല്ലാ വായ്പയും നൽകണം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചത് കാനറ ബാങ്കും യൂണിയൻ ബാങ്കും മാത്രം. പണിപോയ ഗൾഫുകാരന് കൊടുത്താൽ തിരിച്ചു കിട്ടില്ലെന്ന മുൻവിധി തന്നെയാകാം ബാങ്കുകളെ ഇതിന് പ്രേരിപ്പിച്ചത്.
പണിയും വരുമാനവുമുള്ള ഗൾഫുകാർ മതി തങ്ങൾക്ക് ഇടപാടുകാരായി എന്നാണ് ഇക്കൂട്ടർ പറയാതെ പറയുന്നത്. തളർച്ചയിലും കൂടെ നിൽക്കുക എന്നിടത്താണ് ഏതൊരു സ്ഥാപനത്തിന്റെയും മഹത്വം. അതാണ് സാമൂഹിക പ്രതിബദ്ധതയുടെയും മനുഷ്യത്വത്തിന്റെയും മാനദണ്ഡം. നമ്മുടെ ബാങ്കുകൾ തന്നെയാണ് തങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് പ്രവാസ ലോകത്തെ ഇനിയെങ്കിലും അറിയിക്കേണ്ടത്.